ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ കുറച്ച് ബീഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രസ്സുമ്മലും ചപ്പലുമ്മലൊക്കെ ഉണ്ടാകുന്ന ബീഡ്സിലെ അത് പൊട്ടിപ്പോയിട്ട് വരുന്ന ബീഡ്സിലെ ആ ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ബീഡ്സ് എടുക്കുക. പിന്നെ ഇതാ ഇതേപോലെ ഒരു ചരട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ രണ്ട് എൻഡുകളും ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കുറച്ച് നൂല് പോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ രണ്ട് ബീഡ്സ് എടുത്തിട്ട് രണ്ട് എൻഡുകളും ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കില്ലേ നമ്മുടെ കൈമ കെട്ടാനായിട്ട് ആ ഒരു ത്രെഡാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു സിൽക്ക് പുക്കി പോലത്തെ ത്രെഡില്ല, അതാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒരു ബോട്ടിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എൻഡ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്യാനാണ് ഞാനിപ്പോൾ ബോട്ടിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുറച്ച് കട്ടിയായിട്ടുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം ദാ വീണ്ടും ഒരു ത്രെഡ് എടുത്ത് ഹാഫായിട്ട് മടക്കി ദാ ഇതേപോലെ ഇട്ടിട്ട് ദാ ഈ ഒരു എൻഡ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു, മറ്റേ എൻ്റെ മുകളിലോട്ട് ഇട്ടു. അതിനുശേഷം മറ്റേ എൻഡ് എടുത്തിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ദാ ഇതിൻ്റെ ഉള്ളിൽ കൂടെയും അതേപോലെ തന്നെ സെൻറ്ററിലത്തെ ലൈനിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് മുകളിലോട്ട് വലിക്കാം. അപ്പോൾ അവിടെ ഒരു കെട്ട് പോലെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസിയാണിത് മനസ്സിലാവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അതാ ഇപ്പോൾ രണ്ട് ത്രെഡ് ഉണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ത്രെഡ് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ടു, ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് എടുത്തിട്ട് താഴോട്ട് എടുത്ത് മുകളിലോട്ട് വലിച്ചു. കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ദാ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് അങ്ങോട്ട് എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലെഫ്റ്റും റൈറ്റും ആയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ചിങ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബീഡ്സ് എടുക്കുക. ഇനി ബീഡ്സും സെയിം പോലെ തന്നെ ബീഡ്സ് വയ്ക്കുക, എന്നിട്ട് ഇതേപോലെ വലിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ബീഡ്സിൻ്റെ എണ്ണം അതുപോലെ മുന്നേ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എണ്ണമൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ. അത് കാണുന്ന പോലെ തന്നെ വളരെ ഈസിയാണ്. ജസ്റ്റ് മുകളിലോട്ട് ഒരു സൈഡ് ഇതായി ഇങ്ങനെ എടുക്കുക, പിന്നെ ഇതാ താഴേക്കോടെ എടുത്തിട്ട് അപ്പുറത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക, മുകളിലോട്ട് വലിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബീഡ് ഇട്ടിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. വീണ്ടും നമ്മളൊരു ബീഡ് കയറ്റി വയ്ക്കും, വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇത് കാണുന്ന പോലെയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദാ ഒരു ത്രെഡ് നമ്മൾ മുകളിലൂടെ എടുത്ത് അടുത്ത് തന്നെ മുകളിലൂടെ എടുത്തു, മറ്റേ ത്രെഡ് നമ്മൾ താഴേക്കോടെ എടുത്ത് അപ്പുറത്തെ സൈഡിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ബീഡ്സ് വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിതാ വീണ്ടും നമ്മൾ കുറച്ച് കെട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കെട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ ആയിട്ട് പോസ്റ്റ് ചെയ്തിടാം കേട്ടോ, ഓരോ സ്റ്റെപ്പായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലേറ്റ് പോവും, അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആക്കുന്നത്, ലോങ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കുക, എന്നിട്ട് കൈ കൊണ്ട് ഒന്നുകൂടെ ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലെയും ആ ഒരു കെട്ടുകളൊക്കെ ഒരേപോലെ ആണോ നോക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സാധാരണ പോലത്തെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ, ആ രണ്ട് ത്രെഡുകളും കൂടി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് ഒരുക്കി അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടും. ഇനിയിപ്പോൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഗ്ലൂവും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതേപോലെ അങ്ങ് പിടിക്കാം. നമുക്ക് കെട്ടിക്കൊടുക്കണ്ടേ, നമ്മുടെ കൈമലുള്ളൊരു ബാങ്കിളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ കെട്ടിക്കൊടുത്ത് വീണ്ടും നമ്മൾ ആ ത്രെഡ് നമ്മൾ നേരത്തെ മടക്കി എടുത്തില്ലേ അതേപോലെ എടുക്കുക, സെയിം പോലെ തന്നെ ചെയ്യാം. ഓക്കെ, സെയിം ആ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അധികമൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റൈറ്റ് സൈഡിൽ ചെയ്യണം, ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വലിച്ച് നോക്കണം കേട്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒന്നൊരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് ബീഡ് വേണമെങ്കിൽ ഇട്ട് അവിടെ ഉറപ്പിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബീഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് രണ്ട് എൻഡിലും. അപ്പോൾ ഒരെൻഡ് വലുതും ഒരെൻഡ് ചെറുതുമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു ബീഡും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ബീഡ് അവിടെ ഒട്ടിച്ചു കൊടുക്കാം, എങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു, റെഡി ആയിട്ടുണ്ട്. ഒന്ന് വലിച്ചൊക്കെ നോക്കാം കേട്ടോ, കറക്റ്റായിട്ടാണ്. കണ്ടോ, ഇതേപോലെ വലിച്ച് നമുക്കിത് നമ്മുടെ കൈമേലിടാം. അതിന് ശേഷം ഇതിൻ്റെ ത്രെഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കവിടെ മുഴുവനായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വായ വെച്ചിട്ട് വലിച്ചെടുത്തു കേട്ടോ. വീഡിയോയിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ആരും ഇല്ല ഇവിടെ ചെയ്തു തരാൻ പറയാനായിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ കൈമേ ഇതിടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൈ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഇതിലോട്ടൊരു 2 ബീഡോ 3 ബീഡോ മതിയായിരുന്നു, ഒരുപാട് ബീഡ്സ് വേണ്ട. പക്ഷേ എനിക്കതെന്തോ കുറച്ചും കൂടി ഇഷ്ടമായി, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഇത് നോക്ക്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതേപോലെ നമുക്ക് വലിയ ബീഡ്സും ചെറിയ ബീഡ്സും ഒക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം.
അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പല കളറിലുള്ള ബ്രേസ്ലെറ്റ് ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ബീഡൊന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ജസ്റ്റ് ത്രെഡ് മാത്രം എടുത്തിട്ടായാലും ഇങ്ങനെ ചെയ്യാം. ഇതേ സെയിം സാധനം തന്നെ നമുക്ക് നെക്ലേസ് ആയിട്ടും മാലയായിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്ത് വലിയ മാലയാക്കിയിട്ട് ഒരു പെൻഡൻ്റൊക്കെ കൊളുത്തിടാം, അല്ലെങ്കിൽ ഒരു നെക്ലേസ് പോലെ ആയിട്ട് ഇടാം. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ച ത്രെഡാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ത്രെഡാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഇനി ഇതിൻ്റെ മെത്തേഡ്സുമായിട്ട് ഞാൻ വരാം കേട്ടോ. പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം.